ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിൻസ്മാൻ ഫുഡ് ഇറ്റ്സ് മീ ഷാമില. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ബണ്ണ് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ളതും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ ബണ്ണൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. സോ ബണ്ണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് ബണ്ണ്. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന അത്ര കളറൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കടയിൽ നിന്ന് വാങ്ങുന്ന അത്ര തന്നെ സ്മൂത്താണ്. കണ്ടോ, അത്യാവശ്യം നല്ല സ്മൂത്ത് സംഭവമാണ്. പക്ഷേ കടയിൽ നിന്ന് വാങ്ങുന്ന അത്ര കളറൊന്നുമില്ല. ഇത്തിരി വൈറ്റ് കളറാണ്. ഇപ്പോൾ അത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഇത്തിരി വൈറ്റ് കളറാണ്. പഴയ സംഭവം അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ഒരു സാധനം തന്നെയാണ്. പക്ഷേ അത് ഞങ്ങൾ അധികം പഞ്ചസാര ഇട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് മധുരം ഇത്തിരി കുറവാണ്. നമ്മുടെ കറിക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി ബണ്ണാണ്. ഇപ്പോൾ നമുക്ക് പഞ്ചസാര കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ചാലൊക്കെ മുക്കി കഴിക്കാം. സോ അതിനകത്ത് ഇപ്പോൾ ഇത്തിരി മധുരം കുറവാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ബണ്ണുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ബൗളിൽ 3/4 ബൗളത്തോളം പാലെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര 1.5 ടീസ്പൂൺ തന്നെ വേണമെന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മധുരത്തിനനുസരിച്ച് 6, 7, 8 സ്പൂണോളൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഈസ്റ്റാണ്. ഈസ്റ്റ് ഞാനിപ്പോൾ ഒരു 1/4 ടേബിൾ സ്പൂണോളാണ് ഇട്ടത്. അതിനുശേഷം നമുക്കിത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഉപ്പാണ്. ഉപ്പ് ഞാനിവിടെ ഒരു പിഞ്ച് ഉപ്പാണ് ഇടുന്നത്. അത് ഉപ്പ് വേണമെന്നില്ല, കുറച്ച് ഉപ്പിട്ടാൽ മതി. ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് എടുത്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു ബൗളിലേക്ക് ഏകദേശം ഒരു 2 കപ്പോളം നമ്മുടെ മൈദപ്പൊടി ഇട്ട് കൊടുക്കണം. 2 കപ്പ് അല്ലെങ്കിൽ നമ്മൾ 2 ഗ്ലാസ് അതിൽ എടുത്താൽ മതി. അതിനുശേഷം 2 ഗ്ലാസത്തോളം നമുക്ക് മൈദപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു പാലും ഈസ്റ്റും പഞ്ചസാരയൊക്കെ ഇട്ട ഒരു മിൽക്ക് നമുക്കിതിനകത്തേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യണം നിർബന്ധമില്ല. വല്ല സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് മിക്സ് ചെയ്തായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ കൈമൊക്കെ നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ചെറു ചൂടുവെള്ളം വേണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ചെറു ചൂടുവെള്ളം എടുക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ അത്യാവശ്യം ഇത് മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നമ്മൾ ഒരിക്കലും ഒഴിക്കാൻ പാടില്ല. സോ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞ ശേഷം നമ്മുടെ ആ ഒരു മാവ് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഒരു 1.5 അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറത്തോളം നമ്മൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും, അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഭയങ്കര സ്മൂത്താണ്, ഭയങ്കര സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു മാവ് ശരിക്കും ആ ഒരു ഈസ്റ്റൊക്കെ വന്നിട്ട് നല്ല സ്മൂത്തായിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലെയിൻ ടൈലിലേക്ക്, അത് നമ്മുടെ താഴത്താട്ടോ, പ്ലെയിൻ ടൈലിലേക്ക് നമുക്ക് ഇതുപോലത്തെ കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറി കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ഈ ഒരു മാവ് ഇതുപോലെ വെച്ചിട്ട് ശരിക്കും നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. അതായത് ഇതുപോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം റോളായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ അളവിനനുസരിച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അളവ് കറക്റ്റായിട്ട് തന്നെ വേണമെന്നില്ല, നമ്മുടെ ഏകദേശം ഒരു അളവ് കണ്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഓരോ മാവ് എടുത്തിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ സാധാരണ ബോൾ ചെയ്യണ പോലെ തന്നെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ് നമുക്ക് ഇതുപോലെ ബോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ ബോളും ഞാൻ അതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ പ്ലേറ്റിലേക്ക് ഇത്തിരി എണ്ണ തടവിയിട്ട് നമ്മുടെ ഈ ഒരു ബോളെല്ലാം ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നനഞ്ഞ തുണി ഒന്ന് കവർ ചെയ്യണം. നനഞ്ഞ ടൗൽ തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിൽ നനഞ്ഞ ഇതിൽ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിലൊന്ന് കവർ ചെയ്താൽ മതി. ഇനി നമുക്കൊരു ഏകദേശം 10 തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതൊരു ഏകദേശം 15 മിനിറ്റത്തോളം ആയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തേക്കാളും കുറച്ചും കൂടിയും ഇതൊന്ന് പൊന്തി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഇഡ്ഡലി കുക്കറിൻ്റെ ഇഡ്ഡലി തട്ടാണ്. ഈ ഒരു ഇഡ്ഡലി തട്ടിൻ്റെ ആ ഒരു കുറേ കുഴിയിലേക്ക് നമ്മുടെ ഒരു ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കണം. ബട്ടർ തന്നെ തേക്കണ നിർബന്ധമില്ല, നമ്മുടെ കയ്യിൽ എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും തേച്ച് കൊടുത്താൽ മതി. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ബട്ടർ ആയിരിക്കും, കാരണം ബട്ടർ വന്നാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എല്ലാ കുഴിയിലേക്കും നമ്മുടെ ആ ഒരു ബട്ടർ ഒന്ന് മര്യാദയ്ക്ക് തേച്ച് കൊടുക്കണം. ഇപ്പം നമ്മുടെ ബട്ടറൊക്കെ ഏകദേശം തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾ നമ്മുടെ ആ ഒരു തട്ടിലേക്ക് ഒന്ന് ഇറക്കി വയ്ക്കാം. ഇപ്പം നമ്മുടെ എല്ലാ ഇഡ്ഡലി തട്ടും ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു കുറച്ച് പാലെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര കലക്കിയിട്ട് നമുക്ക് ഇതൊരു ബോളിൻ്റെ മുകളിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കണം. ഇപ്പം എൻ്റെ കയ്യിൽ തേക്കാനായിട്ട് ബ്രഷ് ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് തേക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തേക്കാനായിരിക്കും നല്ലത്, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതുപോലെ കൂടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. സോ നമുക്കിതുപോലെ ഈ ഒരു പാല് നമ്മുടെ എല്ലാ ബോളുമേക്കും തേച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു ഇഡ്ഡലി കുക്കർ എടുത്തിട്ട് അതിൻ്റെ അടിത്തട്ടിലായിട്ട് നമുക്കൊരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പില്ലെങ്കിൽ മണലിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ ഓരോ തട്ടായിട്ട് നമുക്ക് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കണം. ഇതിലെനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്, അതെന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ നമുക്ക് എല്ലാ തട്ടും നമുക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു ഏകദേശം ഒരു 20 മിനിറ്റത്തോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബണ്ണൊക്കെ അത്യാവശ്യം റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബണ്ണെല്ലാം നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ തട്ടിലെ എല്ലാ ബണ്ണും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റത്തെ തട്ടൊന്ന് മാറ്റി നോക്കാം. ഫസ്റ്റത്തെ തട്ട് മാറ്റിയപ്പോൾ രണ്ടാമത്തെ തട്ടിലെ ബണ്ണൊന്നും കാണാനില്ല. ആ രണ്ടാമത്തെ തട്ടിലെ ബണ്ണെല്ലാം ഫസ്റ്റത്തെ തട്ടിൻ്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ ഒരു പണി കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അത് ഈ സംഭവം തന്നെയാണ്. അതെന്താ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബണ്ണിൻ്റെ സൈസ് കൂടിയിട്ടായിരിക്കാം. പക്ഷേ ബണ്ണിൻ്റെ സൈസ് കൂടില്ല, കാരണം എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒരേ ഇത് തന്നെയാണ് കൊടുത്തായിരുന്നത്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റത്തെ തട്ടും സെക്കൻഡത്തെ തട്ടും തമ്മിലുള്ള ഒരു ഗ്യാപ്പിൻ്റെ ഡിഫറൻസ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ വന്നേക്കണത്. പിന്നെ നമ്മുടെ ഈ ഒരു ബണ്ണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബണ്ണ് അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് ഇരിക്കണേ. ഇപ്പോൾ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നല്ല സ്മൂത്താണ്. അതുപോലെ തന്നെ നമ്മൾ പൊളിച്ച് നോക്കുമ്പോൾ ഉള്ളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തൊക്കെ വന്നിട്ടുണ്ട്. സോ ഇത്രയുള്ള നമ്മുടെ ഈ ഒരു ബണ്ണ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ വേറൊരു കാര്യം പറയാനാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബണ്ണിന് ഇത്തിരി മധുരം കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് 1.5 സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങണ ബണ്ണിൻ്റെ അത്ര മധുരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു 12 അല്ലെങ്കിൽ 13 അല്ലെങ്കിൽ അതിക്കും മേലെ ചിലപ്പോൾ പഞ്ചസാര ഇടേണ്ടതായിട്ട് വരും. സോ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബണ്ണിൻ്റെ അത്ര സോഫ്റ്റ്നെസ് ഇല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ടേസ്റ്റും ആ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ബണ്ണിൻ്റെ മണവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ ഓവനിലൊക്കെ വെച്ചിട്ടുണ്ടായി കഴിഞ്ഞാൽ ഇതിനേക്കാളും കുറച്ചുകൂടി സ്മൂത്ത് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റി ആവുകയും ചെയ്യും. പിന്നെ എല്ലാവരും വീട്ടിൽ ഓവനൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് കുക്കറിൽ വെച്ച് ഉണ്ടായി കഴിഞ്ഞാലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഒരു വീഡിയോയിൽ പറയാനുള്ള. വീഡിയോയുടെ അവസാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ മേളത്തെ ദിവസം കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.